ഈ രാത്രിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള ക്രിസ്തീയ സഹോദരങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മമെന്നോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു സവിശേഷ സമയമാണെന്ന് അവര് വിചാരിച്ച് ആചരിക്കുന്ന ഒരു ക്രിസ്മസിന്റെ സമയമാണ്. ഈസാ നബി ജനിച്ചത് ഡിസംബറിലാണോ അല്ലയോ എന്ന ഡിബേറ്റിലേക്കല്ല ഞാൻ പോകുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തിരുവചനങ്ങളിൽ ഹദീസിലും ആ പ്രവാചകനെ സംബന്ധിച്ച് എന്താണ് നിബിതങ്ങൾ അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്? കാരണം ഈ ഉമ്മത്തുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു നബിയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ഇന്ന് ഡിസംബർ 25 ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്തത്. ഇൻഷാ അള്ളാഹു നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും മറന്നുപോയത് ഓർത്തെടുക്കാനും ഈ സദസ്സ് നിമിത്തമാക്കി നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകട്ടെ. خلقه من تراب ثم قال له كن فيكون. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉദാഹരണം ആദം നബി അലൈഹിസ്സലാമിനെ പോലെയാണ്. നമ്മുടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തേക്ക് വന്ന നബിയാണ് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. തങ്ങളുടെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് ഫത്രത്തിന്റെ കാലഘട്ടം എന്ന് പണ്ഡിതന്മാർ വിളിക്കുന്നത്. ഫത്രത്തിന്റെ കാലഘട്ടത്തിൽ ആളുകളുടെ മസീർ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നൊക്കെ വലിയ ചർച്ചകൾ നമ്മുടെ ആലിമീങ്ങൾ നടത്തിയത് കാണാൻ കഴിയും. ഈസാ നബി അലൈഹിസ്സലാം നമ്മൾ 2019 കഴിഞ്ഞ് 2020 പോവാണ്. ഈ 2020 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചിട്ട് 2020 കൊല്ലമായി. 2019 എന്ന് പറയുമ്പോൾ ഈസാ നബി ജനിച്ചിട്ട് 2019 കൊല്ലമായി. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ വർഷം നമ്മൾ കണക്ക് കൂട്ടുമ്പോഴും ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തെയാണ് അത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ക്രിസ്തു വർഷമെന്നോ സൗരവർഷമെന്നോ സോളാർ ഇയർ എന്നോ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു പിതാവില്ലാതെ ജനിച്ച അള്ളാഹുവിന്റെ അത്ഭുത സൃഷ്ടിയാണ് നബിയുല്ലാഹി ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള നബിയാണ്. 2ാം ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട പ്രവാചകനാണ്. ഖിയാമത്തിന്റെ മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹ് ദജ്ജാൽ എന്ന് പറയുന്ന ആന്റി ക്രൈസ്റ്റ്, ജൂതന്മാർ വിളിക്കുന്ന ആന്റി ക്രൈസ്റ്റ്, മംസൂഹുൽ ഐനിൽ യുംന, ഒരു കണ്ണില്ലാത്ത മസീഹ് ദജ്ജാൽ എന്ന ഒറ്റക്കണ്ണനായ ഈ ലോകത്തേക്ക് അള്ളാഹു പടച്ചുവിടുന്ന ഏറ്റവും കടുത്ത പരീക്ഷണത്തെ അള്ളാഹു തകർത്തെറിയുന്നത് മഹാനായ ഈസാ നബിയിലൂടെയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അവസാന വരവിന്റെ മുമ്പ് ദാബക്കിൽ വെച്ച് നടക്കുന്ന ഒരു യുദ്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മൽഹമത്തുൽ കുബ്രയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെയും ഈ ഉമ്മത്ത് കാണാനിരിക്കുന്ന അത്ഭുതങ്ങൾ മഹാനായ ഈസാ നബിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈസാ നബിയുടെ ഉമ്മ ഹന്ന ബീവി ഇംറഅത്തു ഇമ്രാൻ ദുആ ഇറക്കുകയാണ്. അവർ പറയുന്നു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി إنك أنت السميع العليم. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. ഹന്ന ബീവി ഗർഭം ധരിച്ച സമയത്ത് മഹദി ദുആ ചെയ്ത ദുആയാണ് അല്ലാഹു ആൽ ഇമ്രാനിൽ ഇവിടെ ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട